സി യു അറ്റ് വർക്ക് ടുമോറോ എപ്പിസോഡ് 8 ആരംഭിക്കുന്നത് സീവുവും ജിയോണും ഒരുമിച്ച് രാവിലെ ഓട്ടത്തിന് പോകുന്നതോടെയാണ്. ഓട്ടത്തിനിടെ സീവുവിന്റെ ഫോൺ മുഴങ്ങുമ്പോൾ ജിയോൺ ഒറ്റയ്ക്കാണ്. ഒരു നിമിഷം ഫോൺ നോക്കണമെന്ന തോന്നൽ അവൾക്കുണ്ടാകുന്നു. എന്നാൽ വിശ്വാസം നഷ്ടപ്പെടരുതെന്ന് കരുതി അവൾ അത് തുറന്നു നോക്കുന്നില്ല. സീവു തിരികെ എത്തിയ ശേഷം അത് യങ്ഹുൻ അയച്ച സന്ദേശമാണെന്ന് പറയുകയും അതോടെ ജിയോണിന്റെ മനസ്സിന് കുറച്ച് ആശ്വാസമാവുകയും ചെയ്യുന്നു. അതേസമയം ലിയോട് ഇപ്പോഴും ദേഷ്യത്തിലുള്ള നോവ അവന്റെ മെസ്സേജുകൾക്കും കോളുകൾക്കും മറുപടി നൽകുന്നില്ല. സ്റ്റുഡിയോയിൽ ലീ നോവ തന്നെ സ്വാർത്ഥൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണ്. അവിടെ ജിയൂണിന്റെ പഴയ കോളേജ് ബാൻഡിലെ അംഗങ്ങളായ ഗായൂളും സ്യോങ് ജൂണും എത്തുന്നു. പിന്നീട് ജിയൂൺ റിഹേഴ്സലിന് നേരത്തെ എത്തി ഹേജിയോട് താൻ സീവുവുമായി പ്രണയത്തിലാണെന്ന് തുറന്നു പറയുകയാണ്. ആദ്യം ഹേജി അല്പം ആശങ്കപ്പെട്ടെങ്കിലും ഒടുവിൽ അവരുടെ ബന്ധത്തെ അംഗീകരിച്ച് തന്റെ വിവാഹത്തിലേക്ക് സീവുവിനെയും ക്ഷണിക്കുന്നു. റിഹേഴ്സൽ കഴിഞ്ഞ ശേഷം ഗായോൾ ജിയോണിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോഴാണ് സീവു അവിടെ എത്തുന്നത്. ജിയോൺ അവനൊപ്പം പോകാൻ ശ്രമിക്കുമ്പോൾ ഗായോളുമായുള്ള സംഭാഷണം പൂർത്തിയാക്കാൻ സീവു തന്നെയാണ് അവളെ പ്രോത്സാഹിപ്പിക്കുന്നത്. തുടർന്ന് ജിയോൺ ഗായോളിനോട് സീവു തന്റെ കാമുകനാണെന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം സീവു ഗായോളിനെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നും പക്ഷെ ജിയൂൺ തന്നെ എല്ലാം തുറന്നു പറയാൻ കാത്തിരിക്കുകയായിരുന്നു എന്നും പറയുന്നു. അവർ പരസ്പരം മുൻ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഗായോളിനോട് ഇനി യാതൊരു വികാരവുമില്ലെന്ന് ജിയൂൺ ഉറപ്പു നൽകുമ്പോൾ സൂജിനോടുള്ള തന്റെ ബന്ധവും അവസാനിച്ചെന്ന് സീവു പറയുന്നു. എന്നിരുന്നാലും ഇരുവരുടെയും ഭൂതകാലം ഓർക്കുമ്പോൾ അല്പം അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെന്ന് സമ്മതിക്കുകയാണ്. ഇതിനിടെ ഗായോൾ, സ്യോങ് ജൂൺ, ഹേജി എന്നിവർ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നു. സംസാരത്തിനിടെ ഹേജി അറിയാതെ തന്നെ സീവു വിവാഹമോചിതനാണെന്ന കാര്യം ഗായോളിനോട് പറഞ്ഞു പോകുന്നു. അടുത്ത ദിവസം ഓഫീസിൽ യങ് ഹിം ഔദ്യോഗികമായി ടീമിൽ ചേരുന്നു. സീവു എല്ലാവരെയും പുതിയ ഹോം AI ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് വരാനിരിക്കുന്ന ഡെമോയും നടക്കേണ്ടത്. യങ് ഹുൻ ജിയോണിന്റെ ഫുഡ് മാനേജർ പ്രൊജക്ട് മെച്ചപ്പെടുത്താൻ പുതിയ ക്യാമറ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നു. മറുവശത്ത് ജിയോണിന്റെ നിർദ്ദേശമനുസരിച്ച് നോവ റിമോട്ട് കൺട്രോൾ പദ്ധതിക്ക് പുതിയ മാർഗം അവതരിപ്പിക്കുന്നു. സീനിയർ ഡെവലപ്പറായ മിസ്റ്റർ കിം ആ ആശയം അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം ലീയുടെ മുൻ കാമുകിയിൽ നിന്ന് നോവയ്ക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു. അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ലീയുടെ മുൻ കാമുകി ഒരു പ്രധാന സത്യം വെളിപ്പെടുത്തുകയാണ്. ലീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ വികാരങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നും അതുകൊണ്ടാണ് ബന്ധം അവസാനിപ്പിച്ചതെന്നും അവൾ പറയുന്നു. ലീ വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്നും അവൾ നോവയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ലീയെ കുറിച്ചുള്ള നോവയുടെ തെറ്റിദ്ധാരണ മാറി തുടങ്ങുകയാണ്. ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ജിയൂൺ റോഡരികിൽ സീവുവിനെ കാത്തു നിൽക്കുന്നു. അപ്പോൾ അവൾ സീവു സൂജിനോട് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ പിന്നീട് ചോദിച്ചപ്പോൾ ആരെയും കണ്ടിട്ടില്ലെന്ന് സീവു കള്ളം പറയുന്നു. ഈ ചെറിയ കള്ളം ജിയൂണിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതറുകയാണ്. ആ രാത്രി ജിയൂൺ അമ്മയുടെ ജന്മദിനാഘോഷത്തിനായി വീട്ടിലെത്തുന്നു. എന്നാൽ കുടുംബത്തിൽ ഏറെ നാളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. അമ്മ ഹേക്യൂങ് ഭർത്താവായ യങ് മോക്കിന് മാരേജ് ഗ്രാജുവേഷൻ കോൺട്രാക്ട് നൽകുന്നു. നിയമപരമായി വിവാഹിതരായി തുടരുമെങ്കിലും വേർപിരിഞ്ഞ് ജീവിക്കണമെന്നാണ് അതിന്റെ ആശയം. പിന്നീട് യങ് മോക്ക് തന്റെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും ഒരിക്കൽ വീണ്ടും ബന്ധം ശരിയാകുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടെന്നും പറയുന്നു. അതേസമയം യങ് മിന്നിന്റെ ബാറിൽ സീവു ആദ്യമായി ജിയോണുമായുള്ള തന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് സുഹൃത്തിനോട് തുറന്നു പറയുന്നു. അടുത്ത ദിവസം ഓഫീസിൽ ജിയോൺ സൂജിന്റെ ടീം തന്റെ നിർദ്ദേശം ഉപയോഗിച്ച് ഫ്രിഡ്ജിന്റെ സ്ക്രീൻ ചെറുതാക്കിയതായി കാണുന്നു. എന്നാൽ സീവു പറഞ്ഞ കള്ളം കാരണം അവൾ അവനോട് അകലം പാലിച്ചു തുടങ്ങുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജിയോണിന്റെ അച്ഛന് അപകടത്തിൽ കാലിന് ചെറിയ പൊട്ടൽ സംഭവിക്കുന്നു. കടയിലെ ചില കാര്യങ്ങൾ നോക്കാൻ ജിയോണിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. സീവു അവളോടൊപ്പം പോകുന്നുണ്ട്. യാത്രക്കിടെ സൂജിന്റെ അമ്മ വിളിക്കുന്നു. പിന്നീട് സീവു സത്യം തുറന്നു പറയുകയാണ്. സൂജിന്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് ബാധിച്ചിരിക്കുകയാണെന്നും ഇപ്പോഴും സീവു തന്നെയാണ് തന്റെ മരുമകൻ എന്നവർ വിശ്വസിക്കുന്നുവെന്നും പറയുന്നു. സൂജിൻ ഒരിക്കൽ വന്നു കണ്ട് ശരിയായി യാത്ര പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ജിയൂണിനെ വേദനിപ്പിക്കാതിരിക്കാനാണ് താൻ പോകാതിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് കള്ളം പറഞ്ഞതെന്നും സീവു സമ്മതിക്കുന്നു. ആദ്യം പോകരുതെന്ന് പറഞ്ഞ ജിയോൺ പിന്നീട് ആലോചിച്ചപ്പോൾ സീവു തന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ തന്നെ പോകാൻ അനുവദിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവൾ സീവുവിനെ വിളിച്ച് ആ അധ്യായം അവസാനിപ്പിക്കാനായി പോകാൻ സമ്മതം നൽകുകയാണ്. എന്നാൽ ഹേജിയുടെ വിവാഹ സമയത്ത് തിരിച്ചെത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ നോവ ലീയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ലീയുടെ ആത്മാർത്ഥതയിൽ വിശ്വാസം വന്ന നോവ അവനോട് തന്നെ തന്റെ കാമുകനാകാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് സന്തോഷത്തിൽ കണ്ണീരൊഴുക്കുന്ന ലീ അവളെ ചുംബിക്കുകയും ഇരുവരും പുതിയൊരു പ്രണയബന്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു.
വീക്കെൻഡിൽ കീത്തെ സീവുവിന്റെ പഴയ സ്റ്റാർട്ടപ്പ് സഹപ്രവർത്തകരെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതേസമയം യങ് ഹുൻ ഹോം AI സിസ്റ്റത്തിൽ മനഃപൂർവ്വം ചില പിഴവുകൾ സൃഷ്ടിച്ച് വരാനിരിക്കുന്ന ഡെമോയെ തകർക്കാനുള്ള ശ്രമവും ആരംഭിക്കുകയാണ്. മറുവശത്ത് സീവു സൂജിനെയും അവളുടെ അമ്മയെയും കാണാൻ പോകുന്നു. പഴയ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന സൂജിന്റെ അമ്മ പെട്ടെന്ന് ബോധരഹിതയായി വീഴുകയാണ്. അവളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നതോടെ സീവുവിന് ഹേജിയുടെ വിവാഹത്തിൽ സമയത്ത് എത്താൻ കഴിയുന്നില്ല. എന്നാൽ അതേസമയം കീത്തെ സീവുവിന്റെയും സൂജിന്റെയും പഴയ വിവാഹ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്തി ജിയൂണിന് അയക്കുന്നു. വിവാഹ ചടങ്ങിൽ ജിയൂൺ ഏറെ നേരം സീവുവിനെ കാത്തിരുന്നെങ്കിലും അവൻ വൈകിയാണ് എത്തുന്നത്. പിന്നീട് ആ വിവാഹ ഫോട്ടോ കണ്ട ജിയൂൺ ഞെട്ടിപ്പോകുന്നു. അവളുടെ മുഖഭാവം കണ്ട ഗായുൾ സീവു വിവാഹമോചിതനാണെന്നും അവനുമായുള്ള ബന്ധം തുടരരുതെന്നും പറയുന്നു. എന്നാൽ ജിയൂൺ ഗായുളിനോട് ഇനി തങ്ങൾ സുഹൃത്തുക്കളല്ലെന്ന് ഉറച്ചു പറഞ്ഞ് സീവുവിനൊപ്പം അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇരുവരും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ജിയൂൺ തന്റെ യഥാർത്ഥ വേദന തുറന്നു പറയുന്നു. സീവുവിന്റെയും സൂജിന്റെയും വിവാഹ ഫോട്ടോയിൽ അവർ ഒരുമിച്ച് എത്ര സന്തോഷവാന്മാരായി കാണപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തനിക്ക് വളരെ വിഷമമായെന്നും അവരുടെ പഴയ ബന്ധത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ താൻ വളരെ ചെറുതായി പോയതുപോലെ തോന്നുന്നുവെന്നും അവൾ പറയുന്നു. ഈ സാഹചര്യം തനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് കണ്ണീരോടെ അവൾ സീവുവിനെ വിട്ട് നടന്നു പോവുകയാണ്. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും വിശ്വാസക്കുറവും മറച്ചുവെച്ച സത്യങ്ങളും അവരുടെ ബന്ധത്തെ വലിയൊരു പരീക്ഷണത്തിലേക്കാണ് നയിക്കുന്നത്. അതേസമയം നോവായും ലീയും പുതിയ പ്രണയത്തിന് തുടക്കം കുറിക്കുമ്പോൾ കീറ്റയുടെയും യങ് ഹുന്നിന്റെയും രഹസ്യ നീക്കങ്ങൾ ഹോം AI പദ്ധതിക്ക് പുതിയ ഭീഷണിയായി മാറുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.